നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബിയും യൂട്യൂബ് ചാനലിൽ റേഗറാണ്. അതെ, നമ്മളെല്ലാം നമ്മുടെ വലിയ പെരുന്നാളിനെ വരവേൽക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണല്ലേ. ഇനി വരുന്ന 4 ദിവസങ്ങൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഓക്കെ, അതിലൊരു ദിവസത്തെ പ്ലാനൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി UAE-യിലല്ല നിങ്ങളുടെ ലീവ്, അതായത് ഈദ് ഹോളിഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. വേറൊന്നല്ല, നമ്മുടെ UAE-യിൽ നിന്ന് ഒമാനിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ് പ്ലാനാണ്. അതായത് 3 പകലും 2 രാത്രിയും വരുന്ന ഈ ഒരു പാക്കേജിന് 1200 ദിർഹംസാണ്. ഇനി ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ, അതായത് ഒമാനിലെ ഓൾമോസ്റ്റ് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള പ്ലേസസ് എല്ലാം കവർ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒമാനിലാണെങ്കിൽ സലാലയിൽ പോയാൽ പോരുന്നത്. സലാലയിൽ സത്യം പറഞ്ഞാൽ ഈ ജൂൺ എന്ന് പറയുന്ന മാസം ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കാരണം ജൂലൈ ഒരു മിഡുകന് ശേഷമാണ് മഴയൊക്കെ നമ്മുടെ ഇവിടെ സലാലയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. തുടങ്ങിയാൽ തന്നെ ഒരു പച്ചപ്പും അതൊക്കെ വരാനായിട്ട് ഒരു ഓഗസ്റ്റ് ഒരു എന്താ പറയുക 15th ഒക്കെ ആകുമ്പോഴേക്കൊക്കെ അല്ലെങ്കിൽ മിഡൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു പച്ചപ്പും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ബാധിതർപ്പം അതൊക്കെ വെള്ളത്തിലൊക്കെ നിറഞ്ഞ് നമുക്കൊരു നല്ല ചാറ്റൽ മഴയൊക്കെ വരുന്ന ഒരു ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഡ്വൈസബിൾ അല്ല സലാലയ്ക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മസ്കറ്റിൻ്റെ ഒരു പ്ലാനായിട്ട് വന്നത്. ഓക്കെ, ഈ മസ്കറ്റിലെ പ്ലാനിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളുടെ ടൂർ ഗൈഡ് തന്നെ നേരിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, നിങ്ങൾ ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സലാല ഒഴിച്ചിട്ട് മസ്കറ്റിലെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം, ഒരുമാതിരിപ്പെട്ട മെയിൻ അട്രാക്ഷൻസ് എല്ലാം നമ്മൾ ഈ പാക്കേജിൽ കവർ ചെയ്യും. സലാല നമ്മളിപ്പോൾ ചെയ്യാത്തതിൻ്റെ കാര്യം, സലാല ഫേമസ് ആയിരിക്കുന്നത് വെള്ളം, വാട്ടർഫാൾസ്, മഴ, ഗ്രീനറി, ഫോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അതിനവിടെ മഴ വരണം, ഖരീഫ് സീസൺ എന്നാണ് പറയുക. ആ സംഭവം വരുന്നത് ജൂലൈ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഒരു 10 ദിവസം എടുക്കും വാദികളിലൊക്കെ വെള്ളം നിറയാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം സലാല ചെയ്യാത്തത്. മസ്കറ്റിൻ്റെ പ്രത്യേകത, മസ്കറ്റിൽ ഒരു 3 ദിവസം മുമ്പ് മഴ പെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഇൻഡോർ ടൂറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മസ്കറ്റ് നമ്മൾ പ്രിഫർ ചെയ്യാൻ കാര്യം. ചിലപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട് അവിടെ. ഈ ടൂറിൽ നമ്മൾ ആദ്യത്തെ ഒരു 1 സ്ട്രെച്ച് ട്രാവലല്ല, നമുക്ക് ഓരോ ദിവസവും അതായത് ഓരോ ദിവസവും 2 മണിക്കൂർ 2.5 മണിക്കൂർ വിട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ഓവറുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ 1 മണിക്കാണ് ഏർലി മോർണിംഗിൽ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ബോർഡർ എത്തിക്കഴിയുമ്പോൾ ബോർഡറിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട് 2.5 മണിക്കൂർ കഴിയുമ്പോൾ. രണ്ടാമത്തെ സ്റ്റോപ്പ് ഓവർ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന അൽഹുത്ത കേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേവാണ്. ഹൂത്ത കേവ് എന്ന് പറഞ്ഞാൽ 2 ബില്യൺ വർഷം പഴക്കമുള്ള ജബൽ ഷംസിൻ്റെ താഴെയുള്ള ഒരു ഷോക്കേസ്ഡ് കേവാണ്. 2 ബില്യൺ വർഷം പഴക്കമുണ്ട്. ആദ്യമായിട്ട് GCCയിൽ ട്രെയിൻ ഓടിയത് ആ സ്ഥലത്താണ്. അതിനപ്പുറം അത് അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ ചരിത്രപരമായിട്ട് ഒരുപാട് അതിനകത്ത് പഠിക്കാനുണ്ട്. ഗൈഡഡ് ടൂറാണ്. ഇതിനകത്ത് തന്നെ ഒരു വാദിയുണ്ട്. ആ വാദിയിലുള്ള മീനുകൾക്ക് വർഷങ്ങളായിട്ട് ഈ മ്യൂട്ടേഷൻ കാരണം വാദി ഇരുണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ വാദിയിൽ വർഷങ്ങളായിട്ട് ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് മ്യൂട്ടേഷൻ കൊണ്ട് അവരുടെ കണ്ണിന് കാഴ്ചയില്ലാതായി പറഞ്ഞൊരു പഠനമൊക്കെ. രണ്ടാമത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എക്രോസേജസ് മ്യൂസിയം. അത് 8 ബില്യൺ വർഷമായിട്ടുള്ള ഒമാൻ്റെ ചരിത്രം. അടുത്തത് ഈ വാദിഷാബിൽ എത്തിക്കഴിഞ്ഞാൽ, വാദിഷാബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാൻഡ് കാനിയൻ ടൈപ്പ് ഒരു സ്ഥലമാണ്. നമ്മൾ 2 പർവ്വതങ്ങളുടെ നടുക്കൂടെ നടന്ന് ഒരു വാദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബസ് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു ബോട്ട് കിട്ടും. ആ ബോട്ടിൽ നമ്മൾ ഈ ഒരു അടുത്ത ലാൻഡിലേക്ക് ക്രോസ് ചെയ്യും. ഗൈസ്, സോറി തൽക്കാലം ഞാൻ ഈ ട്രാവൽ ഗൈഡിൻ്റെ വീഡിയോ നിർത്താണ്. കാരണം വേറൊന്നല്ല, ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മസ്കറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാനും നിങ്ങളുമായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാനും അടിച്ച് പൊളിക്കാനുമായിട്ട്. നിങ്ങൾ അടിച്ച് പൊളിക്കാന്ന് പറയുമ്പോൾ ചരിത്രം മാത്രമല്ല കേട്ടോ, അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയും അവിടുത്തെ പോണ്ടിൽ ചാടി മറിഞ്ഞ് കുളിച്ചൊക്കെ വേണം നിങ്ങൾ തിരിച്ചു വരാനായിട്ട്. 3 ദിവസം എണ്ണി പറഞ്ഞ പോലെ വേണം നിങ്ങൾ വരാൻ. 3 ദിവസം വെച്ചാൽ 3 ഡേയ്സും 2 നൈറ്റ്സും നടക്കുന്ന ഈ പാക്കേജ് ബുക്ക് ചെയ്യാനായിട്ട് ഈ വീഡിയോയ്ക്ക് ശേഷം വരുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ എന്ത് ട്രിപ്പ് നമ്മൾ അഡ്വൈസ് ചെയ്താലും നിങ്ങൾ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന വ്യക്തി പോയ വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുക. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയാണോ, ബോറിംഗ് ആണോ, എന്താണ് ഇതിൽ അഡ്വൈസബിൾ, ഇതിലെന്താണ് ചേഞ്ചസ് വരുത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമ്മളെ വീഡിയോൻ്റെ താഴെ വന്ന് തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് റെസ്പോൺസിബിളി. എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുക. അത് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സായിട്ടും ഒക്കെ അങ്ങ് പൊളിക്കുക ഗൈസ്. അപ്പോൾ ദിസ് ഇസ് റൈക്കൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.